മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ നിത്യജീവൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സ്നേഹമുള്ളവരെ, നോമ്പിൻ്റെയും പ്രാശസ്ത്യത്തിൻ്റെയും ഇടനാഴികളിലൂടെ നമ്മൾ നടക്കുകയാണ്. ഒരു തിരുപ്പിറവിക്ക് വേണ്ടി തിരുകുമാരനെ സ്വന്തം ജീവിതത്തെ സ്വീകരിക്കാൻ നമ്മൾ ഒരുങ്ങുകയാണ്. നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്, ഈശോയുടെ തിരുപ്പിറവിക്ക് ദൈവം കണ്ടെത്തിയത് സാധാരണക്കാരായ മനുഷ്യരെയായിരുന്നു. ഈ ലോകത്തിൻ്റെ അധിപനായ ദൈവത്തിന് ഈ ലോകത്ത് ജനിക്കാൻ എന്തിന് മനുഷ്യന്റെ സഹായം ആവശ്യമാണ്? മാനുഷികമായ ആര് ചിന്തിച്ചാലും ഈ ഒരു ചോദ്യം നമ്മുടെ ഉള്ളിൽ വരും. എന്നാൽ യഥാർത്ഥത്തിൽ യേശുവിൻ്റെ ജനനം മുതൽ കാൽവരി വരെയുള്ള യാത്രകളിൽ മനുഷ്യന്റെ സഹായം ദൈവം കൂടെ പിടിച്ചിട്ടുണ്ട്. കാരണം ദൈവത്തിന് മനുഷ്യനെ അത്രമാത്രം ഇഷ്ടമാണ്. ആ ഒരു പൂർത്തീകരണമാണ് കാലിത്തൊഴുത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നത്. ഈശോയുടെ ഈ തിരുപ്പിറവയ്ക്ക് ഒരുങ്ങുമ്പോൾ എന്നെയും ദൈവത്തിന് ആവശ്യമുണ്ട് എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ, ഹൃദയത്തിൽ ജനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മറിയത്തിൻ്റെ ഉദരവും ഔസേ പിതാവിൻ്റെ ശുദ്ധ ഹൃദയവും ലാളിത്യവും എളിമയുള്ള ആട്ടിടയന്മാരുടെ സാന്നിധ്യവും ജ്ഞാനികളും അറിവുള്ളവരുമായ വ്യക്തികളുടെ കാഴ്ചദ്രവ്യങ്ങളുടെ സമർപ്പണവും ദൈവം കാലിത്തൊഴുത്തിലേക്ക് കൊണ്ടുവന്നത് ആ കാലിത്തൊഴുത്തിനെ മഹനീയമാക്കാനാണ്. ആരും കയറി ചെല്ലാത്ത, വികൃതവും അതുപോലെ വൃത്തിഹീനവുമാണ് എന്ന് പറയപ്പെടുന്ന ഒരു കാലിത്തൊഴുത്തിനെ ശുദ്ധമാക്കിയ ഒരു പിറവിയാണ് ക്രിസ്തുവിൻ്റെ ജനനം. അങ്ങനെയെങ്കിൽ ഈ സാന്നിധ്യങ്ങളെല്ലാം നമ്മളുമായിട്ട് വ്യക്തിപര ആഴത്തിൽ നമ്മളെ ദൈവം പഠിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യങ്ങളാണ്. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 32-37 വചനം പറയുന്നുണ്ട്, ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായിട്ട് എന്തെങ്കിലുമുണ്ടോ? ജെറമ്യാ പ്രവാചകനിലൂടെ ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായിട്ട് ഒന്നും തന്നെ ഈ ഭൂമിയിലില്ല. എന്നാൽ ഈ അസാധ്യതകളെ ഇല്ല എന്ന് ദൈവം പറയുമ്പോഴും ചില സാധ്യതകൾക്ക് വേണ്ടി ചില അസാധ്യതകളെ മുന്നിൽ നിർത്തുകയാണ്. പാവപ്പെട്ടവരായ ഒരു അപ്പനമ്മയെയും പാവപ്പെട്ടവരായ ആട്ടിടയന്മാരെ, ലോകത്തിൽ ജ്ഞാനികൾ എന്ന് പറയുന്ന ചിലരെയെല്ലാം ഈ കാലിത്തൊഴുത്തുമായിട്ട് ബന്ധപ്പെടുത്തുന്നത് ക്രിസ്തുവിൻ്റെ ഈ നോമ്പ് ചിന്തകളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ആവശ്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെ യേശുവിൻ്റെ മനുഷ്യാവതാര പദ്ധതികൾ പൂർത്തീകരിക്കുവിടാൻ മനുഷ്യന്റെ സഹകരണം കൂടിയേ തരൂ. യേശുവിൻ്റെ ഈ മനുഷ്യാവതാരം പൂർത്തീകരിക്കപ്പെടുവാൻ മനുഷ്യന്റെ സഹകരണം കൂടിയേ തരൂ. പിതാവായ ദൈവം ആ പൂർത്തീകരണത്തിന് വേണ്ടി ചില മനുഷ്യരെ ഈ കാലിത്തൊഴുത്തുമായിട്ട് ബന്ധപ്പെടുത്തുന്നുണ്ട്. യേശുവിന് മാംസം ധരിക്കാൻ യഥാർത്ഥത്തിൽ ഒരു അമ്മയെ ആവശ്യമുണ്ടായിരുന്നില്ല. എന്നാൽ പരിശുദ്ധ കന്യകാമറിയത്തെ ദൈവം തിരഞ്ഞെടുക്കുന്നു. യേശുവിന് ഒരു ലോകത്തിൽ സംരക്ഷിക്കാൻ ഒരു സംരക്ഷകന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ നീതിമാനായ ഔസേ പിതാവിനെ ദൈവം തിരഞ്ഞെടുക്കുകയാണ്. ദൈവത്തെ ഈ ലോകത്ത് ജനിച്ചുവെന്ന് ലോകം മുഴുവൻ അറിയിക്കാൻ ആട്ടിടയന്മാരുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല, ഒരു ജ്ഞാനികളുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ ദൈവം ആ സാധ്യതകൾ ഉപയോഗിച്ച് ദൈവം ഈ ഭൂമിയിൽ ജനിച്ചുവെന്ന് ലോകം മുഴുവൻ അറിയിക്കാൻ പാവപ്പെട്ടവരായ ആട്ടിടയന്മാരെയും ജ്ഞാനികളായ രാജാക്കന്മാരെയും ദൈവം തിരഞ്ഞെടുക്കുക. അങ്ങനെയെങ്കിൽ നമ്മുടെ എല്ലാം ജീവിതത്തിൽ യേശുവിന് പ്രവർത്തിക്കാൻ നിന്നെ ആവശ്യമുണ്ട്. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സ്നേഹമുള്ളവരെ, നമ്മളെയെല്ലാം ഈ ക്രിസ്തു ജനനത്തിന്, ഈ ക്രിസ്തു ജീവിതത്തിന് പൂർത്തീകരിക്കാൻ, ലോകം മുഴുവനിലും ക്രിസ്തുവിനെ അറിയിക്കാൻ നിന്നെ ആവശ്യമുണ്ട്. അതാണ് ഒരു പുലിത്തൊഴുത്ത് അല്ലെങ്കിൽ ഒരു കാലിത്തൊഴുത്ത് അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ഈ നോമ്പ് വിചാരങ്ങൾ നമ്മെ പഠിപ്പിക്കേണ്ടത്. ദൈവത്തിന് ഇന്ന് നമ്മെ വേണം. പരിശുദ്ധ കന്യകാമറിയത്തെ പോലെ അമ്മമാരെ ദൈവത്തിന് ആവശ്യമുണ്ട്. നീതിബോധമുള്ള ചില അപ്പന്മാരെ ദൈവത്തിൻ്റെ ഈ ക്രിസ്തു വിചാരങ്ങളെ ഈ ലോകത്ത് അറിയിക്കാൻ ആവശ്യമുണ്ട്. അങ്ങനെയെങ്കിൽ പാവപ്പെട്ടവരായ ആട്ടിടയന്മാരെ പോലെ ദരിദ്രരും വേദന അനുഭവിക്കുന്ന വ്യക്തികളെ ദൈവത്തിന് ആവശ്യമുണ്ടെന്നേ. അങ്ങനെയെങ്കിൽ നമ്മളെല്ലാം അതിൽപ്പെട്ടവരല്ലേ? അറിവും വിവരവും ജ്ഞാനമുണ്ട് എന്ന് നീ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിന്നെയും ദൈവത്തിന് ആവശ്യമുണ്ട്. ജ്ഞാനികളെ ദൈവം തിരഞ്ഞെടുത്ത് അതിനെ. അങ്ങനെയെങ്കിൽ ഈ ലോകത്ത് വ്യത്യസ്ത തലമുറകളിൽ ജീവിക്കുന്ന എല്ലാവരും കൂടുമ്പോഴാണ് സഭ വളരുന്നത്, സമൂഹം വളരുന്നത്, ക്രിസ്തു വിചാരങ്ങൾ ഈ ലോകം മുഴുവനും അറിയപ്പെടുന്നത്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മുടെ ഹൃദയത്തിൽ ക്രിസ്തു ജനിക്കണം. ഹൃദയത്തിൽ ജനിക്കാത്തവന് ക്രിസ്തുവിനെ പങ്കുവെച്ചു കൊടുക്കാൻ പറ്റില്ല.
മറിയത്തിൻ്റെയും ഔസപിതാവിൻ്റെയും ഹൃദയത്തിൽ ക്രിസ്തു ജനിച്ചിരുന്നു. ആട്ടിടയന്മാരുടെയും ജ്ഞാനികളുടെയും ഹൃദയത്തിൽ ക്രിസ്തു ജനിച്ചിരുന്നു. എന്നാൽ ചിലരുടെ ഹൃദയത്തിൽ ക്രിസ്തു ജനിച്ചില്ല. ഹെരോദസ് അതിനൊരു ഉദാഹരണമാണ്. അവൻ്റെ ഹൃദയത്തിലല്ല, അവൻ്റെ ബുദ്ധിയിൽ ക്രിസ്തു ജനിക്കാൻ തുടങ്ങി. സ്നേഹമുള്ളവരെ, ഹൃദയത്തിൽ ക്രിസ്തു ജനിക്കുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മളും ക്രിസ്തു വിചാരങ്ങളെ ഈ ലോകത്ത് പങ്കുവെക്കപ്പെടുന്നവരാണ്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ, ഈ നോമ്പ് കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഈ 25 നോമ്പ് ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുമ്പോൾ ഈ ക്രിസ്തു വിചാരങ്ങൾ നമ്മുടെ ഹൃദയത്തെ ജ്വലിപ്പിക്കട്ടെ. അവരറിഞ്ഞ് ആ ദൈവത്തെ അറിവില്ലാത്തവരുടെ മുന്നിൽ പങ്കുവെച്ചു. അവരനുഭവിച്ച് അവരനുഭവമില്ലാത്തവരുടെ മുന്നിൽ പങ്കുവെച്ചു. നീ ക്രിസ്തുവിനെ അറിഞ്ഞിട്ടും അറിയാത്തവരുടെ മുൻപിൽ ക്രിസ്തുവിനെ പങ്കുവെക്കാൻ പറ്റുന്നുണ്ടോ? നീ ക്രിസ്തുവിനെ അനുഭവിച്ചിട്ടും നിനക്ക് പങ്കുവെക്കാൻ പറ്റുന്നുണ്ടോ? സ്നേഹമുള്ളവരെ, പലപ്പോഴും ക്രിസ്മസ് ദിവസങ്ങൾ മനോഹരമാണ്. 25-ാം തീയതി പാതിരാ കുർബാനയും കണ്ട് നമ്മൾ ഈശോയുടെ രൂപം തൊട്ടുമുത്തി തിരിച്ചു വരും. എന്നാൽ 26-ാം തീയതി അതേ പുൽക്കൂട്ടിൽ അതേ ക്രിസ്തു എടുക്കുമ്പോൾ ആരും തൊട്ടുമുത്താറില്ല, ആരും നോക്കാറില്ല. 27-ാം തീയതി അതിലുണ്ടായിരുന്ന ആട്ടിടയന്മാർ വീണ് കിടക്കുന്നു. ഉണ്ണിയേശുവിനെ കാണാനില്ല, ആരോ ഉണ്ണിയേശുവിനെ എടുത്തു കൊണ്ടുപോയി. നമ്മളാരും പിന്നെ തിരിഞ്ഞു നോക്കാറില്ല. പിന്നെ ക്രിസ്മസ് കഴിഞ്ഞ് പുൽക്കൂട് അഴിച്ചു വയ്ക്കാൻ പോലും മറന്നു പോകുന്ന പലയിടത്തും നമ്മൾ കണ്ടുമുട്ടാറുണ്ട്. കാരണം ഹൃദയത്തിൽ പിറന്നവന് ക്രിസ്തു എന്നും ഓരോ ദിവസമാണ്. അവൻ പിറക്കാത്ത ഒരു ബലിപീഠങ്ങളുമില്ല. അവൻ പിറക്കാതെ ഒരു ബലിയും ഇന്ന് വരെ അർപ്പിക്കപ്പെട്ടിട്ടില്ല. അവൻ പിറന്നാലേ ബലി അർപ്പിക്കപ്പെടാൻ ആരംഭിക്കുകയുള്ളൂ. അങ്ങനെയെങ്കിൽ സ്നേഹമുള്ളവരെ, ഹൃദയത്തിൽ ക്രിസ്തു ജനിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണം. തിരുപിറവിക്ക് ശേഷം ഉള്ള സമയങ്ങളും കാലഘട്ടങ്ങളും നമ്മൾ അറിയണം. ഉണ്ണിയേശുവിനെ അടുത്തിരുന്ന കന്യകാമറിയവും ഉണ്ണിയേശുവിൻ്റെ ജനനത്തെ അനുഭവിച്ചറിഞ്ഞ വിശുദ്ധ ഔസപിതാവും ഈ തിരുപ്പിറവി മാലാഖമാര് ദൂതായിട്ട് വന്ന് പറഞ്ഞപ്പോൾ ആടുകളെ വിട്ടും ഓടിച്ചെന്ന് ആ കാലിത്തൊഴുത്തിൽ ഒരു ദൈവത്തെ കാണാനുള്ള അവരുടെ ആഗ്രഹങ്ങളും ആട്ടിടയന്മാരുടെ ഉണ്ട്. നാളുകൾക്കേറെ ദൈവത്തിൻ്റെ ദൂതായിട്ട്, ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലായിട്ട് ഒരു നക്ഷത്രം അവരുടെ മുന്നിൽ ഉദിച്ചപ്പോൾ അവരുടെ രാജ്യത്തെയും അവരുടെ അറിവുകളേക്കും മാറ്റിവെച്ച് അവർ ആ നക്ഷത്രത്തെ പിന്തുടർന്നുകൊണ്ട് ഈ പുൽത്തൊഴുത്തിൻ്റെ സാന്നിധ്യം വരെ അവർ കടന്നു വരികയാണ്. യഥാർത്ഥത്തിൽ അവരറിഞ്ഞത് ദൈവത്തെയാണ്. അവർ കാണാൻ ആഗ്രഹിച്ചത് ദൈവത്തെയാണ്. എത്ര ക്രിസ്മസുകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നുപോയി, എത്ര തിരുപിറവി ബലിയർപ്പണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നുപോയി. എന്നിട്ടും അവരെ പോലെ ദൈവത്തെ കാണാൻ നമ്മൾ ആഗ്രഹിച്ചു. ഈ നോമ്പ് കാലഘട്ടത്തിൽ നമ്മൾ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നവരായിരിക്കാം, ബലിയർപ്പിക്കുന്നവരായിരിക്കാം. എന്നാൽ ഓരോ നോമ്പ് ദിവസത്തിലെ ബലിയർപ്പണത്തിലും ക്രിസ്തു നിന്നിൽ പിറക്കുന്നുണ്ടോ? ക്രിസ്തു നിന്നിൽ ജനിക്കുന്നുണ്ടോ? യഥാർത്ഥത്തിൽ ക്രിസ്തു ജനിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ തിരുപ്പിറവി ഡിസംബർ 25-നല്ല, എന്നെല്ലാം ബലിപീഠങ്ങളിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനമെന്ന് വിശുദ്ധ ബലിയുടെ ആദ്യ പ്രാർത്ഥനയിൽ നിന്റെ ഉള്ളിൽ ക്രിസ്തു ജനിക്കുമെന്നേ. ആ ജനനമാണ് യഥാർത്ഥത്തിൽ തിരുപ്പിറവി എന്നത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത്. പുൽക്കൂടും കൊട്ടാരങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് പുൽക്കൂടും കൊട്ടാരവും? ബെത്ലഹേമിലെ ഒരു പുൽക്കൂട്, കാലികൾ മേയ്ക്കുന്ന ഒരു പുൽക്കൂട്, കാലികളുടെ വേദനകളും നൊമ്പരങ്ങളുമുള്ള ഒരു പുൽക്കൂട്. എന്താണ് കൊട്ടാരം? ഹെരോദസിന്റെ കൊട്ടാരം. തിരുപ്പിറവിക്ക് രണ്ടും ഉണ്ട്. ഒരു ബെത്ലഹേമുണ്ട്, ഒരു കൊട്ടാരമുണ്ട്. ഒരു കാലിത്തൊഴുത്തുമുണ്ട്, ഒരു കൊട്ടാരമുണ്ട്. യഥാർത്ഥത്തിൽ ദൈവം ഒരു കാലിത്തൊഴുത്തിനെ മഹനീയമാക്കി മാറ്റിയതാണ് ഒരു ക്രിസ്മസ്. എന്താണ് കൊട്ടാരം? ക്രിസ്തുവിന് ജനിക്കാൻ തുറന്നു കൊടുക്കേണ്ടതായിരുന്നു കൊട്ടാരം. എന്നാൽ വാതിലുകൾ അടച്ചിട്ട് ദൈവത്തിന് ഇവിടെ സ്ഥാനമില്ല, ദൈവത്തിൻ്റെ തിരുപിറവി എൻ്റെ രാജ്യത്വത്തിന് തടസ്സമാണെന്നറിയുന്ന ഹെരോദസ് കൊട്ടാരത്തെ ശവപ്പറമ്പാക്കാൻ ജീവിതത്തെ മാറ്റിമറിക്കുന്ന സ്ഥലമാണ്. സ്നേഹമുള്ളവരെ, ഒന്നുമില്ലാത്ത പുൽക്കൂടുകൾ എന്ന് നമുക്ക് വേണം. ഒന്നുമില്ലാത്ത പുൽക്കൂടുകൾ ഉണ്ടെങ്കിൽ ക്രിസ്തു ജനിക്കുമെന്നേ. നമുക്കറിയാം, കാനായിലെ കല്യാണ വിരുന്നിൽ ഒന്നുമില്ലാതെയായ ഒരു കൽപ്പരണിയും എല്ലാം നിറയ്ക്കാൻ പറഞ്ഞ് ഇല്ലാത്ത കൽഭരണിയിൽ വെള്ളം നിറഞ്ഞപ്പോൾ അത് വീഞ്ഞായി മാറിയിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ലാത്ത ഇല്ലായ്മകളുടെ വേദനകളുള്ള സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്തു ജനിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട്
എല്ലാം ഉണ്ടായിട്ടും, ഒരു കൊട്ടാര സമീപമുള്ള ഒരു വലിയ ഭവനം ഉണ്ടായിട്ടും അവിടെ സന്തോഷമില്ലെങ്കിൽ ക്രിസ്തു ജനനം നമ്മിൽ നിന്ന് അകലെ മാറി നിൽക്കുന്നതാണ്. ഉണ്ണിയേശുവിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ മനസ്സിലാക്കപ്പെടേണ്ടതാണ്. ഇല്ലായ്മയുടെയും വല്ലായ്മയുടെ നടുവിൽ ഉണ്ണിയേശുവിന് സാന്നിധ്യം ഉണ്ടാകണം. ഇല്ലായ്മയുടെയും വല്ലായ്മയുടെയും പലപ്പോഴും ഇല്ലായ്മയുടെ നടുവിൽ ക്രിസ്തുവിന് ജനിക്കാൻ പറ്റാറില്ല. കാരണം ഇല്ലായ്മയുടെ പരാതിയുമായിട്ടാണ് ജനം വരുന്നത്. ഈ കാലഘട്ടങ്ങളിൽ ഞാൻ പരിചയപ്പെട്ട ഒരു സഹോദരൻ എന്നോട് പറയായിരുന്നു, അച്ഛാ, പലപ്പോഴും എൻ്റെ വീട്ടിൽ എനിക്ക് ഭക്ഷണം ഉണ്ടാകാറില്ല. ഈ ശുശ്രൂഷയ്ക്കും ചെയ്ത് കിട്ടുന്ന പൈസ ഞാൻ കൂട്ടിവെച്ച് ക്രിസ്മസിന് അനേകം വീട്ടുകളിൽ ഭക്ഷണം ഉണ്ടാവും. എന്നാൽ ക്രിസ്മസിൻ്റെ അന്ന് എൻ്റെ വീട്ടിൽ ഒരു പിടി അരിക്കോ മാംസം കഴിക്കാനോ ചിലപ്പോഴും എൻ്റെ കുടുംബത്തിൽ സാധിക്കാറില്ല. ഈ സ്വരുകൂട്ടിയതെല്ലാം 10-20 കുടുംബങ്ങളിലേക്ക് ഞാൻ പങ്കുവെക്കുമ്പോൾ എൻ്റെ വീട്ടിൽ അന്ന് ചിലപ്പോൾ പച്ചക്കറി ആയിരിക്കും ക്രിസ്മസിൻ്റെ അന്ന്. ആ മനുഷ്യൻ പറയുക, എന്നാ അച്ഛാ, ഞാൻ അനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ട്. എൻ്റെ ഇല്ലായ്മയിൽ വല്ലായ്മയിൽ ആരോ ഇല്ലാതിരുന്നവന് കൊടുക്കാൻ പറ്റിയത് എൻ്റെ ക്രിസ്മസിൻ്റെ പൂർണ്ണതയാണ്. പലപ്പോഴും നമ്മുടെ കുടുംബത്തിൽ പൂർണ്ണതയുണ്ടെങ്കിലും അയൽവക്കങ്ങളിൽ ആ പൂർണ്ണത നഷ്ടപ്പെടുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ഇല്ലായ്മയുടെയും വല്ലായ്മയുടെ നടുവിൽ ഉണ്ണിയേശുവിൻ്റെ സാന്നിധ്യം നീ തിരിച്ചറിയുകയാണെങ്കിൽ തിരുപ്പിറവി നിനക്ക് ഒരു കൃപയായിട്ട് മാറും. തുറക്കാത്ത ഹൃദയങ്ങൾ പലപ്പോഴും സത്രങ്ങൾ പോലെയാണ്. ക്രിസ്തുവിന് ജനിക്കാൻ അപ്പനും അമ്മയും കടന്നു വന്നപ്പോൾ അവിടെ പറഞ്ഞു, അവിടെ സ്ഥലമില്ല, ഇടമില്ല. അതുകൊണ്ട് സത്രത്തിൻ്റെ വാതിലുകൾ അടയ്ക്കപ്പെട്ടു. ഹൃദയം തുറക്കാത്ത വാതിലുകളെല്ലാം സത്രമാണ്. ആരും കയറി ഇറങ്ങിയിട്ട് നടക്കാത്ത സത്രങ്ങൾ. പാതിരാത്രികളിൽ ആ സത്രം തുറന്നു കൊടുക്കും. ആർക്ക് വേണ്ടി? പാപിക്ക് വേണ്ടി, വ്യഭിചാരിക്ക് വേണ്ടി. പലപ്പോഴും പല സത്രങ്ങളും ഇന്ന് തുറക്കപ്പെടുന്നുണ്ട്. നീ തിരിച്ചറിയണം, നിന്റെ ഹൃദയത്തിൽ ക്രിസ്തു ജനിക്കുന്നില്ലെങ്കിൽ അതടയ്ക്കപ്പെട്ട സത്രമാണ്. വിദ്വേഷത്തിൻ്റെ, കോപത്തിൻ്റെ, വിഭാഗീയ ചിന്തയുടെ, ഭിന്നതയുടെ, വേദനയുടെ, പരാതിയുടെ വാതിലുകൾ നീ അടച്ചിട്ടുണ്ട് ക്രിസ്തുവിൻ്റെ മുന്നിൽ. നീ ഈ തിരുപ്പിറവിക്ക് തുറന്നു കൊടുക്കണം. അവിടെ യേശുവിന് ജനിക്കണം. യേശുവിന് വേണ്ടി തുറക്കാത്ത ഹൃദയങ്ങൾ ശൂന്യമായ കല്ലറുകൾ പോലെയാണ്. യേശുവിന് വേണ്ടി തുറക്കാത്ത ഹൃദയങ്ങൾ വീഞ്ഞ് നഷ്ടപ്പെട്ട കൽഭരണികൾ പോലെയാണ്. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നക്ഷത്രത്തെ കൊണ്ടുവന്ന് ജ്ഞാനികളെ നക്ഷത്രത്തിന്റെ അടയാളത്തോടെ ഹേറോദേസിന്റെ ഭവനം വരെ കൊണ്ടുവന്നത് ദൈവം തന്നെയാണ്. എന്തിനാണെന്നറിയോ? ഹേറോദേസിന്റെ ഹൃദയം ഒന്ന് തുറക്കാൻ. ഈ ജ്ഞാനികളെ ഈ നക്ഷത്രത്തിന്റെ അടയാളത്തോടെ ഹേറോദേസിന്റെ കൊട്ടാരം വരെ കൊണ്ടുവന്നത് ഹേറോദേസിന്റെ ഹൃദയം തുറക്കാനാ. ദൈവത്തിന് ജ്ഞാനികളെ വേറെ വഴിക്ക് കൊണ്ടുവരായിരുന്നു. എന്നാൽ ദൈവം കൊണ്ടുവന്നത് ഹേറോദേസിന് ഞാൻ എന്ന ക്രിസ്തുവിനെ പരിചയപ്പെടുത്താൻ. എന്നാൽ ഹേറോദേസ് ഹൃദയം തുറക്കാതെ അടച്ചിട്ട വാതിലൂടെ പറഞ്ഞു, അവൻ എവിടെയാ ജനിക്കുന്നത്, എനിക്കൊന്ന് കാണണം, അവനെ അവിടെ പോയി ഒന്ന് ദർശിക്കണം. അതല്ലായിരുന്നു അവൻ്റെ ലക്ഷ്യം. വാക്കുകളിൽ പറയുന്നതല്ലായിരുന്നു അവൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. കാരണം അവനെ കൊന്നുകളയണം. അതിനുവേണ്ടിയാ ജ്ഞാനികളെ പിന്നെ അവിടെ നിന്ന് പറഞ്ഞയക്കുന്നത്. സ്നേഹമുള്ളവരെ, നിനക്ക് ചില അടയാളങ്ങൾ നിന്റെ ജീവിതത്തിൽ സഹനത്തിൻ്റെ രൂപത്തിൽ, സങ്കടത്തിൻ്റെ രൂപത്തിൽ, തകർച്ചയുടെ രൂപത്തിൽ വരുന്നുണ്ടാകാം. എന്നാൽ ഈ അടയാളങ്ങളെല്ലാം ക്രിസ്തുവിന് നിന്റെ ഹൃദയത്തിൻ്റെ വാതിൽ തുറന്നു കൊടുക്കാനാണ്. ഹൃദയം തുറന്നാൽ എപ്രകാരമായിരിക്കും അവിടുത്തെ അനുഭവം എന്ന് തിരിച്ചറിയണം. ദൈവപുത്രൻ്റെ സാന്നിധ്യം പുൽത്തൊഴുത്തിൽ, പുൽക്കൂട്ടിൽ അനുഭവിച്ചറിഞ്ഞ പരിശുദ്ധ അമ്മയും ഔസേപ്പിതാവും ആ കുഞ്ഞിൻ്റെ മുന്നിൽ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മയ്ക്ക് കിട്ടിയ വെളിപാടുകൾക്ക് ആമേൻ പറഞ്ഞു. ഔസേപ്പിതാവിന് കിട്ടിയ നിർദ്ദേശങ്ങൾക്ക് ആമേൻ പറഞ്ഞു. മാലാഖമാരുടെ ദൂതിന് ആട്ടിടയന്മാർ ആമേൻ പറഞ്ഞു. ഇതെല്ലാം ഹൃദയം തുറന്നവരുടെ അവസ്ഥയാണ്. ജ്ഞാനികൾ, അറിവുള്ളവർ, പണക്കാർ എന്ന് പറയുന്ന ആ വ്യക്തികളെ പോലും ഒരു നക്ഷത്രം ദൈവത്തിലേക്ക് അടുപ്പിച്ചുവെങ്കിൽ നിന്റെ ജീവിതത്തിലെ അടയാളങ്ങളും അത്ഭുതങ്ങളും സഹനങ്ങളും വേദനകളും ക്രിസ്തുവിൻ്റെ വഴിയിലേക്കുള്ള ഒരു അടയാളവും ഒരു ലക്ഷ്യവുമായിട്ട് നീ കരുതുക. അവിടെ യഥാർത്ഥത്തിൽ ദൈവ അനുഭവങ്ങൾ നമുക്കുണ്ടാകും. ഏദൻ എന്ന് പറയുന്ന സ്ഥലത്ത് വിറകൊണ്ടതും ആദം ദൈവത്തിൽ നിന്ന് ഓടിപ്പോയതും ഒരു കാരണമുള്ളൂ, ദൈവത്തിൻ്റെ അടയാളങ്ങളെ മനസ്സിലാക്കാതെ. ഏദൻ എന്ന് പറഞ്ഞ സ്ഥലം വിറകൊണ്ടത്, അവിടെ ദൈവ സാന്നിധ്യം ഉണ്ടായിരുന്നു. എന്നാൽ ആദം എന്നൊരു വ്യക്തി ദൈവം കൊടുത്ത ആ വൃക്ഷത്തിൻ്റെ അടയാളത്തെ നിഷേധിച്ചപ്പോഴും അത് വാങ്ങി ഭക്ഷിച്ചപ്പോഴും അവൻ്റെ ജീവിതത്തിൽ പാപം കടന്നു വന്നു. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ അടയാളങ്ങളെ നമ്മൾ കണ്ണടച്ച് ദൈവത്തിൻ്റെ അടയാളങ്ങൾക്ക് മുന്നിൽ നമ്മൾ വിശ്വസിക്കണം.
ഗുരുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസിന്റെ ജീവിതത്തിലും ഇതുപോലെ തുറന്ന ഹൃദയത്തെ അടച്ചു വെച്ചതാണ്. ലൂക്കായുടെ സുവിശേഷം 22:26, ശിമയോനെ ശിമയോനെ, ഇതാ സാത്താൻ നിന്നെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു, എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം ഈശോ പറയാ, ശിമയോനെ ശിമയോനെ, നിന്നെ പിശാച് പാറ്റാൻ നോക്കുമ്പോൾ നീ വീഴാതിരിക്കാൻ, നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിന് മറുപടിയായിട്ട് പത്രോസ് പറഞ്ഞത് ഇപ്രകാരമാണ്. ലൂക്കായുടെ സുവിശേഷം 22:23, കർത്താവേ, നിന്റെ കൂടെ കാരാഗൃഹത്തിൽ പോകാനും മരിക്കാനും ഞാൻ തയ്യാറാണ്. ഈ വാക്കു പറഞ്ഞവൻ തന്നെ പിന്നെ പതറി വീഴുന്നുണ്ട്. പലപ്പോഴും ഈ നോമ്പും പ്രാശ്ചിത്തങ്ങളെല്ലാം 25-ാം തീയതി പതറി വീഴാനുള്ളതല്ലേ? പാതിരാത്രി വരെ ഒരു കുടുംബത്തിൽ സന്തോഷമുണ്ട്, എന്നാൽ പാതിരാത്രികൾ സന്തോഷം നഷ്ടപ്പെടും. ശരി, യഥാർത്ഥത്തിൽ ക്രിസ്തു മരിക്കുന്ന ദിവസങ്ങളാണ് പല ക്രിസ്മസ് രാത്രികളും. ഒരു മദ്യപാനിയുടെ കുടുംബം, ഒരു വിദ്വേഷിയുടെ കുടുംബം, ഒരു കുടുംബ വഴക്കുള്ള കുടുംബത്തിൽ ക്രിസ്തു മരിക്കുന്ന ദിവസമായിരിക്കും ചിലപ്പോൾ ക്രിസ്മസ് പാതിരാത്രി. പാതിരാത്രിയിൽ നിന്റെ ജീവിതത്തിൽ ക്രിസ്തു ജനിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കുടുംബത്തിൽ സന്തോഷം ഉണ്ടാകണം. ലോകരക്ഷകന്റെ സദ്വാർത്ത വിനയത്തോടെ അറിഞ്ഞ് അനുഭവിച്ച വ്യക്തികളിൽ പറയുന്ന വചനമുണ്ട്. ലൂക്കായുടെ സുവിശേഷം 1:38, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. മനുഷ്യ ചരിത്രത്തിൽ ആദ്യമായിട്ട് ദൈവത്തിന് ജന്മം കൊടുക്കുവാൻ ഒരു അമ്മ പറഞ്ഞ വാക്കാണിത്. ഇത് ക്രിസ്മസ് രാത്രിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഇതാ കർത്താവിൻ്റെ ദാസൻ ദാസി, നിന്റെ വാക്ക് എന്നിലും ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളിലും നിറവേറട്ടെ എന്നൊരു പ്രാർത്ഥന ഈ അച്ഛനുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലും ഈ ക്രിസ്മസ് രാത്രികളിൽ പാതിരാത്രികൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രണ്ടാമതായിട്ട് ജോസഫിന്റെ ജീവിതത്തിലാണ്. മത്തായി ശ്ലീഹയുടെ സുവിശേഷം 1:24, ജോസഫ് നിദ്രയിൽ നിന്ന് ഉണർന്നു കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അവൻ തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു. കർത്താവിൻ്റെ ദൂതൻ എന്തു പറഞ്ഞു അത് അതുപോലെ അനുസരിക്കുന്നവനായിരുന്നു വിശുദ്ധ യോസേപ്പ് പിതാവ്. സ്നേഹമുള്ളവരെ, അധികാരികൾ ചിലപ്പോൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾ കുമ്പസാരക്കൂട്ടിൽ ചില പാപം ഉപേക്ഷിക്കാൻ ചില പുരോഹിതരിലൂടെ ക്രിസ്തു നിന്നോട് പറയുമ്പോൾ അത് അതുപോലെ അനുസരിക്കാൻ നിനക്ക് കൃപയുണ്ടാകട്ടെ. നീ 25 നാളിൽ എടുക്കുന്ന നോമ്പ് അത് ജീവിത അന്ത്യം വരെ നിന്റെ ജീവിതത്തിൽ കൂടെ ഉണ്ടാകട്ടെ. അതാണ് യഥാർത്ഥത്തിൽ ഔസേപ്പ് പിതാവിന്റെ ജീവിതത്തിൽ ഉണ്ടായത്. ദൈവം പറഞ്ഞ വാക്കിന് ആമേൻ പറയുകയും മരണം വരെ അത് പുലർത്തിക്കൊണ്ടുപോകുന്ന ഔസേപ്പ് പിതാവ്. മൂന്നാമതായിട്ട് ആട്ടിടയന്മാരുടെ ജീവിതത്തിലാണ്. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 10 മുതൽ 12 വരെയുള്ള, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സത്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ യേശു ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ഇതായിരിക്കും നിങ്ങൾക്കുള്ള അടയാളം. പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിലിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. അതിന് അവരുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. ലൂക്കായുടെ സുവിശേഷം 2:15, നമുക്ക് ബെത്ലഹേം വരെ പോകാം, കർത്താവ് നമ്മെ അറിയിച്ച ഈ സംഭവം നമുക്ക് കാണാം. കണ്ടോ സ്നേഹമുള്ളവരെ, പാവപ്പെട്ടവ ആട്ടിടയന്മാർക്ക് മാലാഖമാർ പ്രത്യക്ഷപ്പെട്ട വാക്കിന് അവർ കൊടുത്തത് നമുക്ക് ബെത്ലഹേമിലേക്ക് പോകാം, കർത്താവ് നമ്മെ അറിയിച്ച ഈ സംഭവം നമുക്ക് കാണാം. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു അനുഭവങ്ങളെ സ്വന്തമാക്കാൻ എന്നും ദേവാലയത്തിൽ പോകണം. എന്നും ഈ നോമ്പും പ്രാശ്ചിത്യങ്ങളും വെറും 25 ദിവസങ്ങൾ കൊണ്ട് നീണ്ടു നിൽക്കേണ്ടതല്ല, 50 ദിവസം കൊണ്ട് നീണ്ടു നിൽക്കേണ്ടതല്ല. നിന്റെ ജീവിതത്തിൽ എന്നും ഒരു അനുഭവമാകണം. ത്യാഗപൂർവമായ പ്രാർത്ഥന കൊണ്ടും ജീവിത അനുഭവം കൊണ്ടും എന്നും ബലിപീഠത്തെ സ്വീകരിച്ചും എന്നും കുമ്പസാരിച്ചും അനുഭവത്തിലൂടെ അനുതാപത്തിലൂടെ ദൈവത്തിലേക്ക് അടുക്കുന്ന ഒരു ജീവിതമാകണം നമ്മുടെ. അങ്ങനെയെങ്കിൽ നമുക്കും എന്നും ബെത്ലഹേം കാണാൻ, ദൈവം പറഞ്ഞ സദ്വാർത്ത കാണാൻ നമുക്ക് എന്നും പുറപ്പെടാം. അതിനൊരു ബെത്ലഹേമേ ഉള്ളൂ, നിങ്ങളുടെ ഇടവക ദേവാലയം ഒരു ബെത്ലഹേമാണ്, ദൈവത്തെ കാണാനുള്ള ദൈവാനുഭവത്തിന്റെ സ്ഥലം. നാലാമതായിട്ട് ജ്ഞാനികളാണ് ദൈവത്തെ കാണാൻ പോകുന്നത്. നക്ഷത്രം വഴിതെളിച്ച ആ വഴിയിലൂടെ കടന്നുപോയവർ. മത്തായി ശ്ലീഹയുടെ സുവിശേഷം 2-ാം അധ്യായം 2-ാം വാക്യം, എവിടെയാണ് യഹൂദരുടെ രാജാവായി ജനിച്ചവൻ? ഞങ്ങൾ കിഴക്ക് അവന്റെ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കാൻ വന്നിരിക്കുകയാണ്. എവിടെയാണ് യഹൂദരുടെ രാജാവ്? പഴയ നിയമ പുസ്തകങ്ങളുടെ പൂർത്തീകരണമാണ് ക്രിസ്തു ജനനം. അതിന് ഒരു അടയാളം കണ്ട് ദൈവത്തെ അനുഭവിക്കാനായിട്ട് ഒരു ജ്ഞാനികൾ കടന്നു വന്നു. അറിവും വിവരവും ഉണ്ടെന്നുള്ളതല്ല, ദൈവം എവിടെ ജീവിക്കുന്നു അവിടെ അനുഭവിക്കാനുള്ളൊരു കൃപയാണ് യഥാർത്ഥത്തിൽ ഒരു ക്രിസ്തു വിശ്വാസിക്ക് വേണ്ടത്. സ്നേഹമുള്ളവരെ, അവര് നക്ഷത്രം കണ്ട വഴിയെ പോയി. നമ്മുടെ ജീവിതത്തിൽ ചില അടയാളങ്ങളുണ്ട്.
ജപമാല നമുക്ക് ഒരു നക്ഷത്രമാണ്. കുടുംബ പ്രാർത്ഥന ഒരു അടയാളമാണ്. കുംഭസാരം നിനക്കൊരു നക്ഷത്രമാണ്. പരിശുദ്ധ ബലി നിനക്കൊരു നക്ഷത്രം. എന്തിന്? സ്വർഗമാകുന്ന ദൈവത്തെ കാണാൻ പോകാൻ. സ്വർഗത്തിൽ വസിക്കുന്ന ദൈവത്തെ കാണാൻ നിനക്ക് എത്രമാത്രം അടയാളങ്ങളുണ്ട്. വിശുദ്ധമായ പുസ്തകങ്ങൾ, കത്തോലിക്ക സഭയുടെ മതബോധ ഗ്രന്ഥം നിനക്കൊരു നക്ഷത്രമാണെന്നേ. ഈ നക്ഷത്രത്തെ നമ്മൾ സ്വന്തമാക്കാതെ, ഈ അടയാളങ്ങളെ നോക്കാതെ, ലോകം പറയുന്ന ചില വ്യതിരിക്തമായ വാക്കുകൾക്ക് മുന്നിൽ നീ കടന്നു പോകരുത്. നിനക്ക് മുൻപിലുള്ള നക്ഷത്രത്തെ നോക്കാൻ ദൈവം നിനക്ക് കൃപ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഹൃദയം ഒരു പുൽക്കൂടാവണം. നമ്മുടെ ഹൃദയത്തിന് ഒരു പുൽക്കൂടിൻ്റെ അനുഭവം ഉണ്ടാക്കണം. ഹെരോദസിന്റെ കൊട്ടാരങ്ങൾ പൊളിച്ചു കളയാം. എങ്കിലും അച്ഛനൊന്നു മാത്രം പറയുക, ഹൃദയത്തിൽ ചിലപ്പോൾ കൊട്ടാരമാണെങ്കിലും അവിടെയും ക്രിസ്തുവിന് ജനിക്കാൻ നീ തുറന്നു കൊടുത്താൽ ഹെരോദസിന്റെ കൊട്ടാരവും ഒരു പുൽക്കൂടായി മാറും. നിന്റെ ജീവിതത്തെ സമ്പത്ത് നിന്നെ തകർക്കുന്ന ആകാതിരിക്കട്ടെ. നിന്റെ സമ്പത്ത് ക്രിസ്തുവിന് ജനിക്കാനുള്ള ഒരു പുൽക്കൂടാകട്ടെ. നമുക്ക് കരങ്ങൾ കൂപ്പാം, കണ്ണുകൾ അടയ്ക്കാം. കർത്താവേ, 25 നോമ്പിന്റെ ഇടനാഴികളിലൂടെ കടന്നു പോകുമ്പോൾ ക്രിസ്തു ജനനം എനിക്ക് അസാധ്യമല്ല, സാധ്യതകളാണ്. കാരണം ദൈവം മനുഷ്യനെ തിരഞ്ഞെടുത്തുവെങ്കിൽ, പരിശുദ്ധ അമ്മയെയും ഔസേപിതാവിനെ തിരഞ്ഞെടുത്തുവെങ്കിൽ, ഞാനും ഈ നോമ്പും പ്രാശ്ചിത്തങ്ങളും കൊണ്ട് ക്രിസ്തു ജനനത്തിനായിട്ട് ഒരുങ്ങുകയാണ്. കർത്താവായ ഈശോയെ, നിന്റെ തിരുപ്പിറവിക്ക് ഞങ്ങളുടെ ഹൃദയങ്ങളെ നിർമ്മലമായ കച്ചയാക്കണമേ. ഞങ്ങളുടെ ജീവിതങ്ങളെ കൊട്ടാരം സമാനമാകുന്ന ഒരു പുൽത്തൊഴുത്താക്കി മാറ്റുവാൻ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോയുടെ എല്ലാ അനുഗ്രഹം നിങ്ങളോട് കൂടി ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.